എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 7/2/2026 502/2023 ഉമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ 1:30 PM to 3:20 PM വരെ നടന്നു അല്ലേ. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് ഓരോ ജില്ലയിലും വരുന്നത് എന്നും അതോടൊപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്കാണ് പ്രസിദ്ധീകരിക്കുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം നടത്തുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മുടെ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ഫയൽ വാങ്ങുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുത്ത റാങ്ക് ഫയലിൽ നിന്ന് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ധാരാളം ചോദ്യങ്ങളൊക്കെ വരികയുണ്ടായി. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ പറയുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഉദ്യോഗാർത്ഥികൾ പോയത്. അതിൽ നിന്നൊക്കെ കുറെ കൂടി നല്ല നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങളായിരുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ മറ്റു ടോപ്പിക്കുകളിൽ നിന്നാണെങ്കിൽ പോലും ഈ ഉമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ ഇതുവരെ നടന്ന പരീക്ഷയെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ് എന്നതിനപ്പുറം തന്നെ ഒരു മീഡിയം ലെവലിന് മുകളിലുള്ള പരീക്ഷയായിട്ട് വേണം ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാൻ എന്നാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികൾക്കും പല ആശങ്കകളാണ് ഉന്നയിച്ചത്. ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ജില്ലകളിൽ എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് എന്നതിനെ കുറിച്ച് പല ഉദ്യോഗാർത്ഥികളും പലതരത്തിലുള്ള ആശങ്കകൾ ഉന്നയിച്ചു. ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ കുറെ അധികം കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു പരീക്ഷയാണ് ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നമുക്ക് ഓരോ ജില്ലയിലും എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എടുത്താൽ തിരുവനന്തപുരം ജില്ലയിൽ 31,254 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതിൽ 63% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതാൻ ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കട്ട് ഓഫ് മാർക്ക് നല്ല ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ പരീക്ഷയെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 66 മാർക്കോളം കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്. 65-നും 66-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അതിന് അടുത്തത് നമുക്ക് കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 19,365 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. ഇതിൽ 60% ഉദ്യോഗാർത്ഥികൾ ഹാജരായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൽ നിന്ന് അത്രയധികം കട്ട് ഓഫ് മാർക്ക് വന്നില്ലെങ്കിൽ ഒരു 63-65 ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ അടുത്തതായിട്ട് പത്തനംതിട്ട ജില്ല എടുത്താൽ 6,576 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതിൽ 57% ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ഹാജരായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം 60-ന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 60-നും 63-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അടുത്തത് ആലപ്പുഴ ജില്ല എടുത്താൽ 12,510 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത്. ഇവിടെ 65% ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഏകദേശം കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിലും 60-ന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 60-നും 62-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. ഇനി അടുത്തത് നമ്മുടെ കോട്ടയം ജില്ല എടുത്താൽ 7,052 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്
തയ്യാറെടുത്തത്. പക്ഷേ അവിടെ ഏകദേശം ഒരു 66-67% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 55-നും 57-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ ഉള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇടുക്കി ജില്ലയിൽ 5819 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അവിടെ 63% ഉദ്യോഗാർത്ഥികൾ ഹാജരായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. 56-നും 58-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് ഇവിടെ സാധ്യത എന്നാണ് ഒരു വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ 13,033 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. ഇതിൽ 70% ഉദ്യോഗാർത്ഥികൾ ഹാജരായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയെ കട്ട് ഓഫ് മാർക്ക് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി താഴ്ന്നു വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഒരു 53-നും 55-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഒരു വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത തൃശ്ശൂർ ജില്ലയിൽ 10,005 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ ഇവിടെയും 72% ഉദ്യോഗാർത്ഥികൾ ഹാജരായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കട്ട് ഓഫ് മാർക്കിൽ ഒരു 56-നും 58-നും ഇടയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയിൽ 16,452 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ 68-69% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു 58-59 മാർക്കുകളൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അടുത്ത മലപ്പുറം ജില്ലയിൽ 10,696 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ ഇവിടെ ഒരു 67-66% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയും കട്ട് ഓഫ് മാർക്ക് 60-ന് മുകളിൽ പോകുമെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് എത്താൻ സാധിക്കുന്നത്. 60-നും 61-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അടുത്തത് കോഴിക്കോട് ജില്ല 16,596 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 66-67% ഉദ്യോഗാർത്ഥികളാണ് ഹാജരായത്. എന്നാൽ ഇവിടെ കട്ട് ഓഫ് മാർക്ക് ഇവിടെയും കോഴിക്കോട് ജില്ലയിലും 65-ന് മുകളിൽ, അതായത് 65-66-നൊക്കെ ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വയനാട് ജില്ല എടുത്താൽ വയനാട് ജില്ലയിൽ 5,722 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ ഇവിടെയും 60% ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ കട്ട് ഓഫ് മാർക്ക് ഒരു 55-നും 58-നും ഇടയ്ക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ 11,267 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത്. ഇവിടെ 64-65% ഉദ്യോഗാർത്ഥികളാണ് ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ വരുന്നതേ ഉള്ളൂ. ഇവിടെയും കട്ട് ഓഫ് മാർക്ക് 60-ന് മുകളിൽ പോകാനുള്ള സാധ്യത ഏറെയാണ്. ഒരു 63-65-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് കാസർഗോഡ് ജില്ല എടുത്താൽ 6,110 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ ഇവിടെയും 65% ഉദ്യോഗാർത്ഥികളാണ് ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയും കട്ട് ഓഫ് മാർക്ക് 60-ന് മുകളിൽ പോകാനുള്ള സാധ്യത ഏറെയാണ്. ഒരു 60-നും 62-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. ഇനി നമുക്ക് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർ നടപടികളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ PSCയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനത്തിൽ നിന്നും നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും പരീക്ഷയെ സംബന്ധിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.